ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഓഡിയോ ഇൻ്റർഫേസ് ആണ്. ഫോക്കസ് റൈറ്റിൻ്റെ ഓഡിയോ ഇൻ്റർഫേസ് സ്കാർലെറ്റ് സോളോ സ്റ്റുഡിയോ. ഇത് പ്രൊഫഷണലായിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ്. അതായത് സ്റ്റുഡിയോയിലൊക്കെ ഉപയോഗിക്കുന്നതാണ്, പാട്ട് പാടി റെക്കോർഡ് ചെയ്യാനൊക്കെ, അതുപോലെ തന്നെ സിനിമയ്ക്ക് ഡബ് ചെയ്യാൻ, വോയിസ് ഓവർ കൊടുക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ ഉള്ള മൈക്കല്ല ഉപയോഗിക്കുന്നത്, അത് ഒരു കണ്ടൻസർ മൈക്കാണ്. ഞാൻ ഇതിൽ ഉപയോഗിക്കുന്നത് ഈ ഒരു ഷുവറിൻ്റെ മൈക്കാണ്. ഇപ്പോൾ ഈ കാണിച്ചിട്ടുള്ള ആ ഒരു ഷുവറിൻ്റെ മൈക്കാണ് ഞാനിതിൽ ഉപയോഗിക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് ഈ റിയർബ് വരാണ്ടക്കാൻ, എക്കോ ഒക്കെ വരാണ്ടക്കാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ ആ മൈക്ക് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ കൂടെയുള്ള കണ്ടൻസർ മൈക്ക് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ പാനൽ വർക്കൊക്കെ ചെയ്ത് നല്ല റൂമായിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് വളരെ അധികം നോയ്സ് വരും. അതുകൊണ്ടാണ് ഞാനത് ഉപയോഗിക്കാത്തത്, ഈ ഒരു ഷുവറിൻ്റെ ഈ ഒരു മൈക്ക് ഉപയോഗിക്കാനുള്ള കാരണം. അപ്പോൾ നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് തന്നെ ഈ ഒരു മൈക്കിൽ, ഈ ഒരു ഇൻ്റർഫേസിൽ തന്നെ റെക്കോർഡ് ചെയ്തതാണ്, റെക്കോർഡ് വോയിസ് ഓവർ ചെയ്തതാണ് നിങ്ങളിപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ ഒരു ഇൻ്റർഫേസിൻ്റെ ഇതെന്ന് വെച്ചാൽ ഹൈ ഗെയിനുള്ള നല്ലൊരു ഇൻ്റർഫേസാണ് ഈ ഒരു ഇൻ്റർഫേസ്. ഫോക്കസ് റേറ്റിൻ്റെയാണ് ഈ ഒരു ഇൻ്റർഫേസ്. ഈ ഓഡിയോ ഇൻ്റർഫേസ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് വോയിസ് ഓവർ ചെയ്യുക എന്നുള്ളത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാം. എങ്ങനെയാണ് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ എന്തായാലും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഒരു റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷുവറിൻ്റെ മൈക്കിന് ഏകദേശം ഒരു 10,000 വരും. പിന്നെ ഈ ഒരു ഇൻ്റർഫേസിന് ഒരു 15,000 വരും ഏകദേശം.